സുമതി വളവ് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു ഭയം ഇരച്ചുകയറുന്നതായി തോന്നാം. ഗർഭിണിയായ സുമതിയെ അവിടെ കൊലപ്പെടുത്തിയെന്നും രാത്രികാലങ്ങളിൽ ആത്മാവ് സഞ്ചാരികളെ ഉപദ്രവിക്കുമെന്നും അലർച്ചകൾ കേൾക്കാറുണ്ടെന്നും കഥകൾ പറയുന്നു. അതുകൊണ്ടുതന്നെ രാത്രിയിൽ ആ വഴി മുറിച്ചുകടക്കാൻ പലർക്കും ഭയമാണ്. ഇത് മനസ്സിന്റെ ഒരു വിഭ്രാന്തിയാണ്. ഒരു പ്രേത സിനിമ കണ്ടതിനു ശേഷം സ്ഥിരമായി പോകുന്ന വഴിയിൽ പോലും ഒരു ചെറിയ പേടി നമ്മളെ അലട്ടും. രാത്രിയിൽ കാറ്റിന്റെ ശബ്ദം കേൾക്കുമ്പോഴോ മരങ്ങൾക്കിടയിലെ നിഴലുകൾ കാണുമ്പോഴോ നമ്മുടെ മനസ്സ് അത് സിനിമയിലെ ഭീകരരംഗങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കും. ഈ മാനസികാവസ്ഥയെയാണ് സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. കഥകളിലൂടെയും കേട്ടറിവുകളിലൂടെയും ഒരു സ്ഥലത്തിന് ഭയത്തിന്റെ പരിവേഷം ലഭിക്കുമ്പോൾ അവിടെയുള്ള ചെറിയ കാര്യങ്ങളെപ്പോലും നമ്മുടെ തലച്ചോറ് ഭയത്തോടെ വ്യാഖ്യാനിക്കുന്നു. അറിഞ്ഞ കഥകൾ നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ ആ കഥകൾ അറിയാത്ത ഒരാൾക്ക് സുമതി വളവ് ഒരു സാധാരണ റോഡ് മാത്രമായിരിക്കും. ചുരുക്കത്തിൽ പ്രേതങ്ങളല്ല, മറിച്ച് നമ്മുടെ മനസ്സിലെ ഭയമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള പ്രേതകഥകളുടെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ കമന്റ് ചെയ്യൂ.